പ്രഖ്യാപനമൊക്കെ വൈകുകയാണ്, ഇപ്പോഴും ആരാണെന്നുള്ള കാര്യത്തിൽ വടംവലിയാണ്. അറിയില്ല, അവരിന്നോ നാളെയൊക്കെ പ്രഖ്യാപിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്ന് കാത്തിരിക്കാം. വേഗമുള്ള ഇരിക്കാമെങ്കിൽ 6 ഇരിക്കാൻ പാടില്ലേ? നമുക്ക് അല്പം കൂടെ കാത്തിരിക്കാം. സമയമുണ്ട്, അർജൻസി ഒന്നും ഇല്ലല്ലോ. ചർച്ചയെല്ലാം ഡൽഹി നടന്നു. അവരൊരു ധാരണയെത്തും. ഉത്തരവാദിത്തപ്പെട്ടവരവിടെ പ്രഖ്യാപിക്കും, ഇവിടെയുള്ളവരത് അംഗീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളിന്ന് കാത്തിരുന്ന് ക്ഷമയോടുകൂടി വിവരങ്ങൾ അറിയാൻ ഇന്നോ നാളെയോ വരും പ്രഖ്യാപനമൊന്നും പ്രതീക്ഷിക്കുന്നു. ഈ 3 പേര് പലരും ആകും. ആരാകുമെന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ അറിയില്ല. അതെല്ലാം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് അല്ലല്ലോ ഞാനൊരു പാവം പിടിച്ച സമുദായത്തിന്റെ പ്രവർത്തകനാണ്. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ച് അവർ പ്രഖ്യാപിക്കും, അതവർ ഉൾക്കൊള്ളും എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഉഭയകക്ഷികൾ ആരായാലും സ്വീകാര്യമാണോ? ആരായാലും സ്വീകരിക്കാൻ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് പറയേണ്ട കാര്യം എന്താ? ആരായാലും അവർ പ്രഖ്യാപിക്കുന്നത് നമ്മൾ സ്വീകരിക്കണം, അതല്ല അതിൻ്റെ മര്യാദ. പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നുണ്ടോ? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നൊരു തോന്നലുണ്ടോ? അത് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ പിണറായി സാഹ് ഇരുന്നു എന്നുള്ളതുകൊണ്ടും ഒരു കുഴപ്പം വരാനില്ല. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് ഇന്നിപ്പോൾ ഇരിക്കാൻ പ്രതിപക്ഷത്ത് അംഗബലം കൊണ്ട് ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ തീരുമാനിക്കാൻ സാധ്യത ഏറെയുള്ളത് പിണറായിയാണ്. അയാൾ അദ്ദേഹത്തിന് സ്വീകാര്യമായി എങ്കിൽ അദ്ദേഹം ഇരിക്കുന്നതിനെ കൊണ്ടൊരു കുഴപ്പമില്ല. പരാജയം വന്നതിന് ശേഷം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്ന് അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റവും മറ്റുമാണ് ഇത്തരത്തിൽ. അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം ഭരിച്ച് ആ 10 കൊല്ലം ഭരിക്കുമ്പോഴൊന്നും വാസ്തവത്തിൽ അദ്ദേഹത്തെ ഈ പരുവത്തിലാക്കിയത് നിങ്ങളെല്ലാം കൂടെയാണ്. മാധ്യമങ്ങൾ ഇതുപോലെ വേട്ടയാടിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായില്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ത് ചെയ്താലും എന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റില്ല അത് കുറ്റം, വണ്ടി നിറക്കിയാൽ കുറ്റം, നോക്കിയാൽ കുറ്റം, നോക്കാതിരുന്നാൽ കുറ്റം, അങ്ങനെ എല്ലാം കുറ്റങ്ങൾ മാത്രം. 10 കൊല്ലം നിങ്ങൾ വേട്ടയാടില്ലേ? വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ പരുവത്തിലാക്കിയത് പ്രധാനം നിങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെയാണ്. കഴിവിടെ ഇതിക്ക് മുമ്പ് കരുണാകരൻ സാറ് ഫയൽ വലിച്ചു കയറിയിട്ടുണ്ട്, സെക്രട്ടറിമാരുണ്ട്. അത് ഒരു ദിവസം കാണും, പിന്നെ കാണുന്നുണ്ട്. ഇതിപ്പോൾ പിണറായി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് 365 ദിവസവും അദ്ദേഹത്തെ മാധ്യമ വേട്ട നടത്തിയിട്ടുണ്ട്. ഭരണത്തിൽ എന്തെല്ലാം ചെയ്തു, അതിൻ്റെ നന്മകളോ തിന്മകളോ ഒരു ചർച്ചാ വിഷയമില്ല. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 10 കൊല്ലത്തിനുള്ളിൽ അവരോട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ കുറേയെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലതും അത് അറിഞ്ഞില്ല എന്ന് അല്ലെങ്കിൽ അറിയിക്കാനും പലപ്പോഴും മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അതെല്ലാം പോട്ടെ, ഏതായാലും ഇടതുപക്ഷം തരിപ്പണമായി, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. UDF നല്ല ഭൂരിപക്ഷം കിട്ടി. അവർ UDF ഭരിക്കട്ടെ, അവർക്ക് ഭരിക്കാനുള്ളൊരു മാൻഡേറ്റ് ആണല്ലോ ഇപ്പോൾ ജനം കൊടുത്തിരിക്കുന്നത്. അവർ ഭരിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെച്ച് ആളുകൾക്ക് ഗുണകരമായി ഇതിനേക്കാൾ മെച്ചമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജനാധിപത്യത്തിൽ അതല്ലേ വേണ്ടത്. താങ്കളുടെ പരാമർശങ്ങൾ LDFന്റെ പരാജയത്തിന് കാരണമായി എന്നൊരു വിമർശനം അത് ആരാണ് പറയുന്നത്? ഒരാൾ പറ. ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ തലേക്കറി നടപ്പുണ്ട്. AM ആരിഫ്, ചിത്തരഞ്ജൻ ഇവരൊക്കെ ചിത്തരഞ്ജൻ ഇതേത് ചിത്തരഞ്ജൻ? ആലപ്പുഴ മുൻ MLA ചിത്തരഞ്ജൻ എങ്ങനെ പറഞ്ഞു? ആരിഫ് പറഞ്ഞു ഒന്ന് തിരുത്തേണ്ടതായിരുന്നു മുഖ്യമന്ത്രി. ഈ ആരിഫ് ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ ആരിഫ് ചാടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളാണ്. എങ്ങോട്ട്? ഈ പാർട്ടിയിൽ നിന്ന് തന്നെ. അദ്ദേഹത്തിന് 5 പ്രാവശ്യം ഇടതുപക്ഷം മത്സരിക്കാൻ അവസരം കൊടുത്തു. 2 പ്രാവശ്യം MP ആയിട്ടും 3 പ്രാവശ്യം MLA ആയിട്ടും. ഇതെല്ലാം കിട്ടിയിട്ടും അദ്ദേഹം തൃപ്തനല്ല. മാത്രമല്ല ഈ ഓരോ പ്രാവശ്യം ജയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ശാഖാപ്രവർത്തകരെ എല്ലാം വിളിപ്പിക്കുന്ന ആൾ.
ഇത്തവണ ആലുവയ്ക്ക് വന്നപ്പോഴും എന്നെ കൊണ്ട് വീട്ടിലിരുന്ന് ഇവിടുത്തെ യൂണിയൻകാരെല്ലാം വിളിപ്പിച്ച്. ഇതെല്ലാം കൂടാതെ അദ്ദേഹം MP ആയിട്ടിരുന്നപ്പോൾ അദ്ദേഹം ജയിച്ചില്ല ഞാൻ മൊട്ട അടിക്കുമെന്ന് പറഞ്ഞവനാണ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്നറിയോ, ഞാൻ പിന്താങ്ങിക്കൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞു പോയത്. അത് കഴിഞ്ഞപ്പോൾ വിളിച്ച് ഞാൻ 2 വർത്തമാനം പറഞ്ഞ് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴ സ്വന്തം നാട്ടിൽ നിന്ന് പോലും വോട്ടില്ല. എൻ്റെ നാട്ടിൽ നിന്ന് വോട്ട് കിട്ടിയപ്പോഴാണ് 10,000-ഓളം വോട്ട് കിട്ടിയപ്പോഴാണ് പാർലമെൻറ്റിലേക്ക് അന്ന് MP ആയിട്ട് ജയിച്ചത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്യണത്, മുഖ്യമന്ത്രിയെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി എന്നെ തിരുത്തണമായിരുന്നു. എന്ത് തിരുത്തണമായിരുന്നോ? മുഖ്യമന്ത്രി നിലപാടുള്ളവനാണ്. അദ്ദേഹം സത്യം പറഞ്ഞു. ആ സത്യത്തെ തിരുത്താൻ എന്ത് തിരുത്തം എന്നാണ് പറഞ്ഞത്? അതിൻ്റെ അർത്ഥം ആ ആരിഫിൻ്റെ ഉള്ളിലിരിപ്പ് യഥാർത്ഥ ലീഗിൻ്റെ മനസ്സ് ആണ് അയാളെന്ന് വളരെ വ്യക്തമായി മനസ്സിലായില്ലേ? അയാൾ വാസ്തവത്തിൽ ചാടാൻ നടക്കുന്നതാണ് ഇതിൽ നിന്ന്. ആ ചാടാൻ നടക്കുന്നത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രാവശ്യവും ഇടതുപക്ഷം സീറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് സത്യം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഒരു വിമർശനം വരുന്നല്ലോ. ഞാൻ തിരക്കില്ല, അങ്ങനെ ഒരു വിമർശനം ഉണ്ടായില്ല. നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എന്നെ നിങ്ങൾ എന്തിനാ വേട്ടയാണ്? ഞാൻ ഒരു പാർലമെന്ററി മുഖമുള്ളവനല്ല. CPM-ന്റെ സെക്രട്ടേറിയറ്റിന് ചർച്ച ചെയ്തു. ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. അതുപോലെ CPI പറഞ്ഞു. ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന പ്രസാദ്, ഇപ്പോൾ MLA ആണല്ലേ, അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടുവച്ചാൽ പറഞ്ഞ് CPI-യിൽ അങ്ങനെ ചർച്ചയേ ഉണ്ടായിട്ടില്ല, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. എന്നെ വാസ്തവം നിങ്ങൾ വെറുതെ വിട്ടേര്, ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. അപ്പോൾ എൻ്റെ നിലപാട് കൊണ്ടാണ് തോറ്റതെന്ന് വരുത്തി എന്നെയും ചീത്തയാക്കാൻ ശ്രമിക്കണം. എന്നെ വെറുതെ വിടും. ഇങ്ങനൊരു ചർച്ച ഒരു സ്ഥലത്ത് ഇല്ലാത്തതൊന്നുണ്ടെന്ന് വരുത്തിക്കൊണ്ട് എന്നെ പൊതുജനമധ്യത്തിലും സമൂഹത്തിലും എന്നെയും എൻ്റെ സമുദായത്തിനെയും കൊച്ചാക്കാൻ നിങ്ങൾ ശ്രമിക്കാതെ. ഇത് കുറേ നാളായില്ല തുടങ്ങിയിട്ട്. ഈ തുടങ്ങിയിട്ടൊന്നും ഞങ്ങളുടെ സംഘടന തകർക്കാനോ പിളർത്താനോ ഒന്നും ആർക്കും സാധിച്ചിട്ടില്ല. ഒരുപാട് പേർ കേസ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എതിർക്കാൻ ശ്രമിക്കും തോറും ഞങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.